والسلام على رسوله الأمين وعلى آله وصحبه أما بعد اتقوا الله عباد الله. ആദരണീയരെ, പണ്ഡിതന്മാരെ, സ്നേഹ സമ്പന്നരായ ഖുർആൻ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, ചുരുങ്ങിയ വാക്കുകൾ കൂടി ശ്രദ്ധിച്ചതിന് ശേഷമല്ലാതെ ആരും സദസ്സിൽ നിന്ന് എഴുന്നേൽക്കരുത്. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഇനി നമ്മൾ അടുത്ത സെഷനുകളുമായി ബന്ധപ്പെട്ടും ഭക്ഷണവും നമസ്കാരവുമായി ബന്ധപ്പെട്ടുമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി കേട്ടതിന് ശേഷമല്ലാതെ ഒരാളും ഹാളിനകത്തും പുറത്തുമുള്ള ആളുകൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കരുത്. നമ്മൾ ഇതുവരെ കേട്ട വിഷയങ്ങളും ഇനി ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാനിരിക്കുന്ന വിഷയങ്ങളും മുൻനിർത്തി 7 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് എണ്ണി പറയുകയാണ്. മനസ്സിൽ വെക്കണം. ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലക്ക് 7 കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ഉണർന്നിരുന്ന് ശ്രദ്ധിക്കണം. ക്ലാസ് എടുക്കല്ല, നന്നായി ഓർക്കാൻ വേണ്ടി പറയാണ്. 1, വിശുദ്ധ ഖുർആൻ മറ്റേതെങ്കിലും വചനങ്ങളെ പോലെയോ ഗ്രന്ഥങ്ങളെ പോലെയല്ല. എനിക്ക് വിശക്കുന്ന അർത്ഥമുള്ളൂ, വേറൊരർത്ഥവും ആശയവും ആഴത്ത് ചിന്തിക്കാനുള്ളതൊന്നും അതിലില്ല. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ മതിയാകില്ല. അതിന്റെ ഒരു വക്ക് മാത്രമേ നേരത്തെ മായൻകുട്ടി മേത്തറുടെയും സുഹൈർ ചുങ്കത്തറയുടെയും അതേപോലെ തന്നെ ഹദിയത്തുള്ള സലഫിയുടെയും സംസാരത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളൂ. അള്ളാഹു എന്ന ഒരു വാക്ക് പറയുമ്പോഴേക്ക് തന്നെ സർവശക്തനായ അള്ളാഹുവെ സംബന്ധിച്ച് അവൻ സ്രഷ്ടാവാണ്, ഉടമസ്ഥനാണ്, സർവശക്തനാണ്, എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നവനാണ്, സാക്ഷാൽ ആരാധ്യനാണ്, പരലോകത്തിന്റെ ഉടമയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് വിഷയം ആ അള്ളാഹ് എന്ന 4 അക്ഷരത്തിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിലെ ഓരോ പദങ്ങൾക്കുമുണ്ട്. നമ്മളൊരു വാചകം പറയുന്നത് പോലെയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഖുർആനിന്റെ ഗാംഭീര്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, നാം ഭാരമേറിയ വചനമാണ് നിങ്ങൾക്ക് ഇട്ടുതരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോഴും റസൂലുള്ളാഹി വിയർത്തൊഴുകാറുണ്ടായിരുന്നത് ആ ഗാംഭീര്യ നിമിത്തമാണ്. ഒരു പർവ്വതത്തിങ്കലാണ് ഇറങ്ങിയതെങ്കിൽ അതിന്റെ ആശയം ഉൾക്കൊണ്ടാൽ അത് തകർന്ന് ഛിന്ന ഭിന്നമാകുമായിരുന്നു. ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തതല്ല. പക്ഷേ ഖുർആൻ ഇത്രയും ഗാംഭീര്യമുള്ളതാണ് എന്ന ബോധം ഉൾക്കൊണ്ട് മനസ്സാന്നിധ്യത്തോടെയാണ് ഖുർആനിനോടുള്ള താല്പര്യം നമുക്കുണ്ടാകേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഖുർആൻ നന്നായി ശ്രദ്ധിക്കണം. ഇസ്തിമാ ആണ്, ഉറക്കം തൂങ്ങി അല്ല കേൾക്കേണ്ടത്. മറ്റേതെങ്കിലും ഒരു സംസാരം കേൾക്കുന്നത് പോലെയല്ല ഖുർആനും ഖുർആനിന്റെ ആശയങ്ങളും ഖുർആനിന്റെ വിശദീകരണങ്ങളും. ഇത് ഞാൻ ഉൾക്കൊള്ളാനും ഹൃദയത്തിൽ സ്വീകരിക്കാനും പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ളതാണ് എന്ന ഗൗരവബോധത്തോടെ തന്നെ ശ്രദ്ധിക്കണം. ഖുർആൻ കേൾക്കലല്ല, ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കലാണ്. ഒരാൾ ഖുർആൻ ഓതുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം സുഹൃത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്ന നേരത്ത് തഫ്സീറിൽ നിന്നൊരു വാചകം വായിച്ചു. ഒരായത്ത് ഓതിയിട്ട് അതിന്റെ തഫ്സീർ ഉണ്ടല്ലോ, അതേ അർത്ഥം. ഇപ്പൊ അമ്മ യതസാഅലൂൻ, അപ്പൊ എന്തു പറയണം? അതിന് അറബിയിൽ തന്നെ ഒരു വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അൻ അയ്യി ശൈഇൻ യസ്അലുൽ കുഫാറു ബഅ്ലുഹും ബഅ്ള എന്ന് പറയണം. എന്നിട്ട് പറയാണ്, മനുഷ്യർ ഒരു വചനം ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും, അള്ളാഹു ഉണ്ടാക്കിയാൽ അമ്മ യതസാഅലൂൻ. വ്യത്യാസം കണ്ടോ? അപ്പോ ആ ഖുർആനിന്റെ ആശയം തന്നെ നമ്മൾ പറയുമ്പോൾ എത്ര ചെറുതായി വന്നു. സർവശക്തനായ അള്ളാഹു പറയുമ്പോൾ അതിന്റെ ഗൗരവത്തോടു കൂടി ഇരിക്കും. അതുകൊണ്ട് ഖുർആനിനോട് ഈ 2 കാര്യങ്ങൾ മുൻനിർത്തി 5 വിശേഷങ്ങൾ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 1, തജ്വീദു തിലാവ, നന്നായി ഖുർആൻ ഓതണം. അതിന്റെ നിയമങ്ങൾ പാലിച്ച് താളത്തിൽ, അത് കാപ്പട്യമില്ലാതെ കൃത്രിമത്വമില്ലാതെ, എന്നാൽ ഖുർആനിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നന്നായി പാരായണം ചെയ്യണം. അതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം. 3-ാമത്തേത്. 4-ാമതായി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഖുർആൻ പാരായണം ചെയ്യുക എന്നതും തഹ്ഫീള്. ഖുർആൻ നമ്മൾ പഠിക്കണം. തജ്വീദു തിലാവ പോലെ തന്നെ പ്രധാനമാണ് ഖുർആനിനോടുള്ള നമ്മുടെ ഒരു അദബ്. ഖുർആൻ കഴിയുന്നത്ര മനഃപ്പാടമാക്കണം. മനഃപ്പാടമായത് നഷ്ടപ്പെടാതിരിക്കാൻ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അതോതി നിന്ന് നമസ്കരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് തഹ്ഫീള്. 4-ാമത്തെ കാര്യം. 5-ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ, അതിന്റെ ആശയം, ഓതിയതും പഠിച്ചതും മനഃപ്പാടമാക്കിയതുമായ കാര്യങ്ങളുടെ ആശയം അള്ളാഹു നമുക്ക് എളുപ്പമായിട്ടാണ് ഖുർആൻ നൽകിയത്, ചിന്തിക്കാനാണ് എളുപ്പമാക്കിയത്. അതുകൊണ്ട് ആ ആശയങ്ങളെ സംബന്ധിച്ച് നാം നന്നായി ചിന്തിക്കണം. തദബ്ബുറാണ്. ലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദക്കിർ, ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോൾ നമുക്ക് ബാധ്യതയായി ഖുർആനെ നമ്മൾ ചിന്തിക്കണം. 6-ാമതായി ഈ ചിന്തിക്കുന്ന വിഷയങ്ങൾ നമ്മൾ
നന്നായി പഠിക്കണം. തഅല്ലും, പഠിക്കുകയും ചിന്തിക്കുകയും, അതാണ്. അതുകൊണ്ട് ചിന്ത വരണമെന്നനുസരിച്ച് നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ സ്വഹാബി ഖുർആനിനെ പഠിച്ച അതേ രീതിയിൽ ശരിയായ വ്യാഖ്യാനം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കണം. തഅല്ലുമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് തഅലീമാണ്. ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. സർവോപരി തഖല്ലുഖ് ഉണ്ടാകണം. തഖല്ലുഖ് എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ ശരിക്ക് ജീവിതത്തിൽ പകർത്തുക. ഇങ്ങനെ 7 1 8 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ പഠിതാക്കൾ എന്നുള്ള നിലക്ക് അങ്ങേയറ്റത്തെ വിനീതരായി നമ്മൾ മാറണം. വിശുദ്ധ ഖുർആൻ കേവലം വചനങ്ങളല്ല, ഖുർആൻ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇത്രമാത്രം ഗാംഭീര്യമുള്ളതായത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നിന്നുള്ള ഏറ്റവും മഹത്തായ അനുഗ്രഹം കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ വാചകങ്ങൾ കൂടി കേൾപ്പിച്ച് ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇന്ന ലില്ലാഹി അഹ്ലീൻ, തീർച്ചയായും അള്ളാഹുവിന് ചില സ്വന്തക്കാരുണ്ട്. ആരാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, മറ്റാരുമല്ല, ഹും അഹ്ലുൽ ഖുർആനി വഖാസത്തു, അത് ഖുർആനിന്റെ ആളുകളാണ്. ഖുർആനിന്റെ സവിശേഷ, അതിനെ പ്രത്യേകമായി ഖുർആനിനെ ഏറ്റവും പ്രധാനമായി കാണുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ ആളുകൾ ഖുർആനിന്റെ ആളുകളാണ് എന്ന് കൃത്യമായി പറഞ്ഞു. ഖുർആനിന്റെ ആളുകളാകണമെങ്കിൽ ഖുർആനിന്റെ ഗാംഭീര്യം ഉൾക്കൊള്ളണം, നിയമമനുസരിച്ച് പാരായണം ചെയ്യണം, അത് മനഃപ്പാഠമാക്കണം, അതിന്റെ ആശയം മനസ്സിലാക്കണം, അതേക്കുറിച്ച് ചിന്തിക്കണം, അത് നന്നായി പഠിക്കണം, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം ഖുർആനിന്റെ ശരിയായ സംസ്കാരം, ആദർശ ആചാര അനുഷ്ഠാനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഉണ്ടാകണം. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒന്നാമത്തെ ഈ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളും ജീവിത ലക്ഷ്യവും തെളിയിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട സെഷനിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കാൻ, നന്ദി വാക്കുകൾ പറയാൻ ISMന്റെ പറവണയെ ക്ഷണിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു